പണ്ട് ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞെടുത്തപ്പോൾ അതിൽ നിന്ന് ലഭിച്ച അമൃതിൽ അസുരർക്കും അവകാശമില്ലേ എന്ന വൈകിയുടെ ഒരു ചോദ്യം അവളെ എത്തിച്ചത് ജലഘോരയുടെ ഇരുട്ടിലേക്കാണ്. അമൃതിനോളം മൂല്യമുള്ള ഒന്ന് വൈകി എന്ന് ദേവലോകത്ത് സമർപ്പിക്കുന്നുവോ അന്ന് മാത്രമാവും അവൾക്ക് ദേവലോകത്തിൽ പ്രവേശനമെന്നും ഇന്ദ്രദേവൻ വിധി എഴുതി. ഈ ഒരു സമസ്യ മറികടക്കാൻ ത്രിമൂർത്തികളോടായി സഹായം അഭ്യർത്ഥിച്ച വൈകിക്ക് മഹാദേവൻ അന്നപൂർണയുടെ അദൃശ്യമായ വൈരമോതിരം നൽകി. എന്നാൽ ആ വരത്തിലൂടെ തന്റെ പരാജയം മുന്നിൽ കണ്ട ഇന്ദ്രദേവൻ വൈകിക്ക് മറ്റൊരു ശാപവും നൽകി. ദൈവലോകത്തെ പ്രഭയുള്ള ഈ ശരീരം വെടിഞ്ഞൊരു സാധാ മനുഷ്യ സ്ത്രീയായി വേണം അവൾ ഈ കർമ്മത്തിൽ ഏർപ്പെടാൻ. ഇതാണ് മോളെ നിന്റെ പൂർവ്വജന്മം. ആടിയിൽ നിന്നും തന്റെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കിയ വൈദേഹി അവൾക്ക് ജന്മന ലഭിച്ച വൈരമോതിരത്തിലേക്ക് ഒരു ഞെട്ടലോടെയാണ് നോക്കിയത്. പെട്ടെന്ന് അതിൽ നിന്നും നാളിതുവരെ കാണാത്തൊരു പ്രകാശം രൂപപ്പെട്ടപ്പോൾ അവൾ തിരിച്ചറിഞ്ഞു, തനിക്ക് ലഭിച്ചിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായൊരു വരമാണ്. മറ്റൊന്നും ആലോചിക്കാതെ തന്നെ അവൾ ഒരു തീരുമാനവും എടുത്തു. കേട്ടതെല്ലാം സത്യമാണെങ്കിൽ തനിക്ക് അമൃതിനോളം ശുദ്ധമായി ഒന്ന് നിർമ്മിക്കാനുള്ള വരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് ഉപയോഗപ്പെടേണ്ടത് ദേവഗണങ്ങൾക്കല്ല,